ഞാൻ രാവിലെ കാറ് ചാർജ് ചെയ്യാൻ വേണ്ടി വന്ന KSB ചാർജിങ് സ്റ്റേഷനിൽ ചെന്നതാണ്. 35% ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ചാർജ് ചെയ്യുന്നതിരിക്കാതെ അത് ഓഫായിപ്പോയി പെട്ടെന്ന്. അപ്പം ഡിസ്കണക്റ്റ് കാണിച്ചായിരുന്നു. അപ്പോൾ കറണ്ട് പോയതാണ് അതിൻ്റെ ശബ്ദമൊക്കെ നിന്നായിരുന്നു. അപ്പോൾ ഞാൻ 59% മതിയെന്ന് വിചാരിച്ച് ഞാൻ അതിൽ നിന്ന് ഇറങ്ങി. ഈ പറഞ്ഞ പോലെ ഗണ്ണൂരി കാറിൽ നിന്ന് ഗണ്ണൂരിട്ട് നമ്മുടെ മെഷീനിലേക്ക് ഇത് തിരിച്ച് വെക്കണമല്ലോ. തിരിച്ച് വെച്ചപ്പോൾ പെട്ടെന്ന് ഭയങ്കര ശബ്ദവും അതേപോലെ തന്നെ പ്രകാശവും എന്നിട്ട് എനിക്ക് ഷോക്ക് അടിച്ച് അവിടെ വീഴായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ തിരിച്ച് വീണു അവിടെ. വീണിട്ട് പിന്നെ നമ്മുടെ കൈയിൻ്റെ വിരൽ ഇവിടെ വലത് കൈയിൻ്റെ വിരലും പൊള്ളി, ഇടത് ഭാഗത്ത് കാലിൻ്റെ തൊടയുടെ 2 സ്ഥലത്ത് പൊള്ളലേറ്റുണ്ട് ചെറുത രീതിയിൽ. അത് പിന്നെ ഹാർട്ടിന് എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ തന്നെ സ്വയം എനിക്ക് ഒന്നും പെട്ടെന്നായതുകൊണ്ട് സ്വയം തിരുമ്മിയിട്ടാണ് ഞാൻ വീട്ടിലേക്ക് ഫോൺ വിളിച്ചത്. വീട്ടിൽ അവർ വന്ന് KSBയിൽ ചെന്ന് പറഞ്ഞ് ബ്രദർ എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സൗണ്ടും കേട്ട് കറണ്ട് പോയത് അവരറിഞ്ഞു. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഡോൺ ബോസ്കോയിൽ വന്ന് അഡ്മിറ്റ് ചെയ്തു. ഹാർട്ടിന് നേരിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചു പോയി. പക്ഷേ എനിക്കിപ്പോൾ വീണ്ടും വീട്ടിൽ ചെന്നപ്പോൾ തുടങ്ങി നമ്മുടെ കൈക്കും ബാക്കിൽ പുറവും ഹാർട്ടിൻ്റെ ഭയങ്കര പെയിൻ പോലെ ഇടയ്ക്കിടയ്ക്ക് കുത്തി വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ വീണ്ടും ഇവിടെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നതാണ്. അപ്പോൾ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ലക്ഷം കൊടുത്ത് ഇത്രയും വണ്ടി എടുത്തിട്ട് നമുക്ക് ആകെ ഇത് ഓപ്ഷൻ എന്ന് വെച്ചാൽ ചാർജിങ് സ്റ്റേഷനുകളാണ്. അപ്പോൾ ഈ ചാർജിങ് സ്റ്റേഷൻ്റെ നിലവാരം കുറഞ്ഞ പോലത്തെ ഇതുപോലത്തെ ഇത് വെച്ചാൽ നമ്മളെങ്ങനെ വിശ്വസിച്ച് വീണ്ടും ചാർജ് ചെയ്യാൻ നമുക്ക് പറ്റും? കാരണം നമ്മളിപ്പോൾ ഞങ്ങൾ ഗോവ വരെയും പോകുന്നത് ഈ വണ്ടിക്കാണ്. അത്രയും എല്ലാ ദൂരത്തും നമ്മൾ പോകുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവന് തന്നെ അപകടമാണത്. അതുകൊണ്ട് അതിൽ KSB ഇത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇത് ടൈറക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് ഈ മെഷീൻ. അപ്പോൾ അത് അവർക്കെതിരെയാണ് ശരിക്കും നടപടി ഇതിലെടുക്കേണ്ടത്. കാരണം ശരിക്കും എർത്തിലേക്ക് പോകേണ്ട സംഭവമാണ് എൻ്റെ ദേഹത്തിലേക്ക് വന്നേക്കണം ഈ ഒരു ഷോക്ക്. എൻ്റെ ജീവൻ്റെ ആയുസ് കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടതാണ്. കാരണം അത്രയും പവർ 1000 വാട്ടാണെന്നല്ല അവർ തന്നെ പറഞ്ഞത്. അപ്പോൾ അത്രയും പവറിൽ നിന്ന് ഇത് അടിച്ചപ്പോൾ എനിക്ക് ആകെ മാനസികമായിട്ടും നമ്മൾ തളർന്നു പോയി, ശരീരമായിട്ടും നമ്മൾ തളർന്നു പോയി. കാരണം ഇനിയൊരു സ്റ്റേഷനിലേക്ക് നമുക്ക് ചെയ്യാൻ തന്നെ പേടിയാവുകയാണ്. ഇപ്പം ചാർജ് ചെയ്യാൻ സ്റ്റേഷനിൽ പരാതി പോയിട്ടുണ്ട്. അതിപ്പോൾ CI കേസെടുത്ത് ഞാൻ